പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെഴുതി പ്രചാരണം തുടങ്ങി സ്ഥാനാർത്ഥികൾ. ആലപ്പുഴയിൽ ചിത്തരഞ്ജന്റെ പേരും പടവും വെച്ച് ചുവരെഴുത്ത്. പാലക്കാട് സീറ്റുറപ്പാക്കി ശോഭാ സുരേന്ദ്രൻ ചുവരെഴുതി പ്രചാരണം ആരംഭിച്ചു. ബിജെപിയുടെ മികച്ച മുന്നേറ്റത്തിന് തടസ്സം വിഭാഗീയതെന്ന വിമർശനം തള്ളി വി മുരളീധരൻ. അമൃത ടിവിയുടെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റിൽ കെ മുരളീധരനെ തോൽപ്പിക്കാൻ ബിജെപി ശ്രമമെന്ന ആരോപണവും തള്ളി. എയിംസിന് ഉചിതമായ സ്ഥലം തിരുവനന്തപുരമെന്നും വി മുരളീധരൻ. സ്ഥാനാർത്ഥി നിർണയ സീറ്റ് വിഭജന ചർച്ചകൾ തുടർന്ന് മുന്നണികൾ. T20 ലോകകപ്പിൽ ഇന്ന് കലാശ പോരാട്ടം. ലോക കിരീടം നിലനിർത്താൻ ടീം ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെതിരെ. കന്നി കിരീടം ലക്ഷ്യമിട്ട് കിവീസ്. സഞ്ജു തിളങ്ങുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. മത്സരം രാത്രി 7 മണി മുതൽ അഹമ്മദാബാദിൽ. പേർഷ്യൻ കടലിടുക്കിൽപ്പെട്ട ഇന്ത്യൻ കപ്പലുകളെ തിരികെ കൊണ്ടുവരാൻ കേന്ദ്ര നീക്കം. ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യൻ നാവികസേന സുരക്ഷയൊരുക്കും. തീരുമാനമുടൻ. ഖേദപ്രകടനത്തിന് ശേഷവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ഒറ്റപ്പെട്ട ആക്രമണം. ദുബായിലെ അൽബർഷയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് പാക് സ്വദേശിക്ക് ദാരുണാന്ത്യം. ബഹ്റൈനിൽ സൽമാൻ തുറമുഖത്തിന് നേരെ ആക്രമണം. റിയാദിലെ നയതന്ത്ര മേഖല ലക്ഷ്യമിട്ട 8 ഡ്രോണുകൾ നിർവീര്യമാക്കിയെന്ന് സൗദി. ഇറാനിലെ എണ്ണ സംഭരണശാലകൾ തകർത്ത് ഇസ്രയേലിന്റെ കനത്ത വ്യോമാക്രമണം. സമാധാന സമീപനം അമേരിക്ക നശിപ്പിച്ചുവെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇറാൻ ജനത സ്വാതന്ത്ര്യത്തോട് അടുത്തുവെന്ന് ബെന്യാമിൻ നെതന്യാഹു. യുദ്ധം വിജയത്തോടടുക്കുമ്പോൾ ഒപ്പം കൂടെയേണ്ട എന്ന് ബ്രിട്ടനോട് ഡൊണാൾഡ് ട്രംപ്. ഇടതു സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പോസ്റ്ററിൽ ജോസ് കെ മാണിയുടെ പേരും. സർക്കാരിനെ വിമർശിക്കുന്ന KCBC മദ്യവിരുദ്ധ സമിതിയുടെ സർക്കുലർ പള്ളികളിൽ വായിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ആർജവമുള്ള ഭരണ സംവിധാനം ഉണ്ടാകണമെന്ന് സർക്കുലർ. രണ്ടാം ഇടതു സർക്കാർ ഭരണം പൂർത്തിയാക്കുമ്പോൾ സംസ്ഥാനത്ത് മദ്യശാലകളുടെ പ്രളയമെന്നും വിമർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പശ്ചിമബംഗാൾ സന്ദർശനത്തിനിടെ ഉണ്ടായ പ്രോട്ടോകോൾ ലംഘനത്തിലും പരിപാടിയുടെ വേദി മാറ്റിയതിലും വിശദീകരണം ആരാഞ്ഞ് കേന്ദ്രം. വൈകിട്ട് 5 മണിക്ക് മുമ്പ് വിശദീകരണം നൽകണമെന്ന് ബംഗാൾ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇന്ത്യക്ക് നേരെ പാക് പ്രകോപനത്തിന് സാധ്യതയെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെഴുത്ത്. ആലപ്പുഴയിൽ CPM നേതാവ് PP ചിത്തരഞ്ജന്റെ പേരിലാണ് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ചുവരെഴുത്തുകൾ നടത്തിയത്. ആലപ്പുഴ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ ചിത്തരഞ്ജനെ തന്നെയാണ് CPM മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയുടെ പേരിൽ പ്രചാരണം ആരംഭിക്കുകയായിരുന്നു. BJP തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും പാലക്കാട് പാർട്ടിയിൽ വിഭാഗീയതയില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. BJP മികച്ച വിജയം നേടുമെന്നും ചുവരെഴുതി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയ്ക്ക് സമാപനമായതോടെ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി തർക്കമുള്ള സീറ്റുകളിൽ നേതാക്കളുമായി കൂടിയാലോചന നടത്തും. മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയും ഉണ്ടാകും. 1 മാസക്കാലം നീണ്ടുനിന്ന പുതുയുഗ യാത്രയ്ക്ക് സമാപനമായതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF. ഒറ്റക്കെട്ടായി നിന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂല തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളത്തിലിറങ്ങാനാണ് തീരുമാനം. 1 മാസക്കാലം നീണ്ടുനിന്ന പുതുയുഗ യാത്രയ്ക്ക് സമാപനമായതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF. ഒറ്റക്കെട്ടായി നിന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂല തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളത്തിലിറങ്ങാനാണ് തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രിയുടെ അധ്യക്ഷതയിൽ 1ാം ഘട്ട പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. സിറ്റിംഗ് MLA-മാർക്ക് പുറമെ പ്രമുഖ നേതാക്കളെയും ഉൾപ്പെടുത്തി 40ഓളം സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തും. തർക്കമുള്ള മണ്ഡലങ്ങളിൽ ചർച്ചകൾ നടത്തി സമവായത്തിലെത്താനാണ് നീക്കം. തിരുവനന്തപുരം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തർക്കം മറനീക്കി പുറത്തു വരികയാണ്. ഇതോടൊപ്പം മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും ഉഭയകക്ഷി ചർച്ചകളും നടക്കുന്നുണ്ട്. സീറ്റുകൾ വച്ചുമാറുന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായം ഐക്യമാണ് ലീഗുമായുള്ള ചർച്ചകളിൽ ഇനി ഉണ്ടാകേണ്ടത്. പട്ടാമ്പി, കോങ്ങാട്, തിരുവമ്പാടി സീറ്റുകളിലാണ് തീരുമാനമാകേണ്ടത്. കേരള കോൺഗ്രസിൽ നിന്നും 3 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് കടുത്ത അതൃപ്തിയിലാണ് ജോസഫ് വിഭാഗം. 7 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങാൻ തയ്യാറല്ല എന്ന് അവർ കോൺഗ്രസിനെ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനം നീണ്ടുപോകുന്നതിൽ ഘടകകക്ഷികൾക്ക് നീരസവുമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPIയുടെ നേതൃയോഗങ്ങൾ തലസ്ഥാനത്ത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം CPI എക്സിക്യൂട്ടീവും ചേരും. 3 ടേം വ്യവസ്ഥ കർശനമാക്കുകയും 2 ടേമിൽ ചിലർക്ക് ഇളവ് നൽകുകയും ചെയ്യും. ടേം വ്യവസ്ഥ നിർബന്ധമാക്കുന്നതോടെ 6 സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കിയാണ് CPI സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച 25 സീറ്റുകളിലാണ് ഇക്കുറിയും CPI മത്സരിക്കുന്നത്. അതിനിടെ ഇടതുമുന്നണിയിലെ ഉഭയകക്ഷി ചർച്ചകളും
തീരുമാനങ്ങളും വൈകുകയാണ്. 13 സീറ്റെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസും 6 സീറ്റെന്ന നിലപാടിൽ RJDയും ഉറച്ചു നിൽക്കുന്നു. ആന്റണി രാജുവിന്റെ കേസിൽ വിധി ഉണ്ടാകുന്നതുവരെ തിരുവനന്തപുരം സെൻട്രൽ CPM ഏറ്റെടുക്കുന്ന കാര്യത്തിലും തീരുമാനം നീളും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂപ്പർ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ് പേരാവൂരിൽ. UDF-നായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, LDF-നായി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയും നേർക്കുനേരെത്തുമ്പോൾ ഫലം പ്രവചനാതീതമാണ്. 2011 ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ KK ശൈലജയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് സണ്ണി ജോസഫ് വിജയം സ്വന്തമാക്കിയത്. 2021 ചരിത്ര ഭൂരിപക്ഷത്തോടെയാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും KK ശൈലജ നിയമസഭയിലെത്തിയത്. എന്നാൽ ഇത്തവണ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായാണ് KK ശൈലജ പേരാവൂരിൽ പോരാട്ടത്തിനിറങ്ങുന്നത്. മുൻ ആരോഗ്യമന്ത്രിയും CPM-ന്റെ ജനകീയ മുഖവുമായ KK ശൈലജ നിയമസഭയിലേക്ക് 6ാം തവണയാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. കൂത്തുപറമ്പിൽ നിന്ന് 1996-ലും 2016-ലും, പേരാവൂരിൽ നിന്ന് 2006-ലും 2011-ലും, മട്ടന്നൂരിൽ നിന്ന് 2021-ലും മത്സരിച്ചു. ഇതിൽ 2011-ൽ പേരാവൂരിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങി. 3440 വോട്ടിന് സണ്ണി ജോസഫിനായിരുന്നു അന്ന് ജയം. മറ്റിടങ്ങളിലെല്ലാം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയം കരസ്ഥമാക്കാൻ KK ശൈലജയ്ക്ക് സാധിച്ചു. പേരാവൂർ മണ്ഡലത്തിലുള്ള പരിചയം, ജനങ്ങൾക്കിടയിലെ സ്വാധീനം, വനിതയെന്ന പരിഗണന തുടങ്ങിയവയെല്ലാം ഇത്തവണ KK ശൈലജയ്ക്ക് അട്ടിമറി വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. അപ്രതീക്ഷിതമായി KPCC പ്രസിഡന്റ് പദവി ഉൾപ്പെടെ ലഭിച്ച സണ്ണി ജോസഫിനിത് രാഷ്ട്രീയത്തിൽ രാജയോഗ കാലമാണ്. 2011 മുതൽ പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സണ്ണി ജോസഫ് 4ാം അംഗത്തിന് തയ്യാറെടുക്കുകയാണ്. 2011-ൽ KK ശൈലജയിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്തു. 2016-ൽ ബിനോയ് കുര്യനെയും 2021-ൽ KV സക്കീർ ഹുസൈനെയും പരാജയപ്പെടുത്തിയാണ് സണ്ണി ജോസഫിന്റെ വിജയത്തേരോട്ടം. ഹാട്രിക്ക് തികച്ചെങ്കിലും കൂറ്റൻ ഭൂരിപക്ഷം സ്വന്തമാക്കാനാവാത്തത് കോൺഗ്രസിനെ ഇപ്പോഴും സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ്. അതേസമയം കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ 5 പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഈ മണ്ഡലത്തിൽ 23,481 വോട്ടിന്റെ ഭൂരിപക്ഷവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11,233 വോട്ടിന്റെ ഭൂരിപക്ഷവുമുണ്ട്. മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും KPCC അധ്യക്ഷ പദവിയും സാമുദായിക സംഘടനകളുടെ പിന്തുണയും വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പേരാവൂരിലെ ജയപരാജയങ്ങളെ ആശ്രയിച്ചാകും സണ്ണി ജോസഫിന്റെയും KK ശൈലജയുടെയും രാഷ്ട്രീയ ഭാവി. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന കനത്ത പോരാട്ടത്തിന് പേരാവൂർ ഇത്തവണ സാക്ഷിയാകും. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നീക്കം. എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ്. CPM വിമതരെ പിന്തുണയ്ക്കില്ല. യൂത്ത് കോൺഗ്രസിനും KSUവിനുമെതിരെ DYFI, SFI പ്രവർത്തകർ നടത്തിയ അക്രമങ്ങളിൽ വെള്ളവും വളവും നൽകിയ ആളാണ് V കുഞ്ഞികൃഷ്ണൻ. കോൺഗ്രസിന്റെ കൊടിപിടിച്ചവർ സ്ഥാനാർത്ഥിയാവണമെന്നും പയ്യന്നൂർ മണ്ഡലം കൺവെൻഷനിൽ ആവശ്യമുയർന്നു. ജോസഫ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ജോസഫ്, ഈ യൂത്ത് കോൺഗ്രസ് എതിർപ്പുമായി വരികയാണ്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണന് വലിയ ജനകീയ പിന്തുണയുള്ള ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ എതിർപ്പ് എത്രത്തോളം കോൺഗ്രസ് നേതൃത്വം വകവയ്ക്കും? CPM-ലെ വിഭാഗീയത മുതലെടുത്ത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കാൻ കോൺഗ്രസ് ഒരു നീക്കം നടത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ്, അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ഒരു പരസ്യമായി വിയോജിപ്പ് അറിയിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ കൊടി പിടിച്ച ആള് തന്നെ ഇത്തരത്തിൽ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാവണമെന്ന ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ DYFI, SFI, CPM പ്രവർത്തകർ നടത്തിയ അക്രമ സംഭവങ്ങളിൽ നിരവധിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ജീവൻ തന്നെ നഷ്ടമാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വെള്ളവും വളവും നൽകിയ ആളാണ് V കുഞ്ഞികൃഷ്ണൻ. അതുകൊണ്ട് തന്നെ V കുഞ്ഞികൃഷ്ണനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏത് വിധേനയും ഇത്തരത്തിൽ CPM വിമതരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ മുന്നിട്ടിറങ്ങുമെന്നും അവർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും CPM-ന്റെ ഒരു വിഭാഗീയതയുണ്ടാക്കി ആ വിഭാഗീയത മുതലെടുത്ത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിരുന്നു. V കുഞ്ഞികൃഷ്ണനോ വൈശാഖോ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാകുമെങ്കിൽ പിന്തുണ നൽകുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ പരസ്യമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ കൊടി പിടിച്ച ആള് തന്നെ ഇത്തരത്തിൽ ശരി ജോസഫ്, ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ ആ ഒരു ഇടപെടൽ എന്തായാലും പയ്യന്നൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിന് ഒരു ഭരണം മാറ്റം ഉറപ്പ്, കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തേണ്ട ആവശ്യം കൂടിയുണ്ട്. കായിക വാർത്തകൾ നോക്കാം.
backs with the crest held high. One more ball and we touch the sky. 2020 ലോകകപ്പിലെ കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. കിരീടം നിലനിർത്താൻ ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ കന്നി കിരീടമാണ് കിവീസ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും തിളങ്ങിയ സഞ്ജു സാംസൺ ഇന്നും തിളങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. രാത്രി 7 മണി മുതൽ അഹമ്മദാബാദിലാണ് മത്സരം. ലിജിനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ലിജിൻ, വലിയ പ്രതീക്ഷയിൽ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ആ കിരീടം നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഇതും നമ്മുടെ മുന്നിലില്ല. ഒപ്പം സഞ്ജുവിലും നമ്മൾ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ബുംറയിലും വരുൺ ചക്രവർത്തിയും ഒക്കെ തിളങ്ങുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായിട്ടും അഖില, 1 മാസം നീണ്ടുനിന്ന ടൂർണമെന്റിന്റെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇന്ന് കലാശ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ 2 ടീമുകളും വലിയ പ്രതീക്ഷയോടെ ഇറങ്ങുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കൈവശമുള്ള T20 കിരീടം നിലനിർത്തുക, മറുവശത്ത് കന്നി കിരീടം നേടുക എന്നുള്ളതാണ് കിവീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും ഈ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഇരു ടീമുകളും ശക്തരാണ്, തുല്യരാണ് എന്ന് നമുക്ക് പറയാം. ഒരു വശത്ത് സഞ്ജു സാംസന്റെ മികവ് ഉള്ളപ്പോൾ കിവീസിനെ സംബന്ധിച്ചിടത്തോളം ഫിൻ അലൻ എന്ന് പറയുന്ന അവരുടെ ഓപ്പണർ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപിടി താരങ്ങളുണ്ട്. പക്ഷേ അഭിഷേക് ശർമ്മയുടെ ഫോം ഒരു പരിധിവരെ ഇന്ത്യ അലട്ടുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, അതിനുശേഷം വരുന്ന ശിവം ദുബൈ എന്നിവരുടെ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്നത്. മറുവശത്ത് മികച്ച മിച്ചൽ സാന്ററും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മിച്ചൽ സാന്റർ, അതോടൊപ്പം തന്നെ ഡാരൽ മിച്ചൽ അടക്കമുള്ള താരങ്ങളുണ്ട്. ഫിന്നലുണ്ട്, സെയ്ഫർട്ടുണ്ട്, അങ്ങനെ നിരവധി താരങ്ങളുണ്ട്. സ്വാഭാവികമായും തുല്യരായ 2 ശക്തികൾ തമ്മിലുള്ള വലിയ പോരാട്ടം തന്നെയാണ് അഹമ്മദാബാദിൽ നിന്ന് നടക്കാൻ പോവുക. എന്തായാലും മത്സരം നടക്കുമ്പോൾ തന്നെ ടോസ് നിർണായകമായിരിക്കും. മാത്രമല്ല ഇന്നത്തെ പിച്ച് വളരെ നിർണായകമാണ്. ഏത് തരത്തിലായിരിക്കും ക്യാപ്റ്റന്മാരുടെ തീരുമാനം എന്നതിനെ ആശ്രയിച്ചിരിക്കും മത്സരഫലം എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അഖില, ശരി, ലിജിനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഒരു പ്രതികരണം കാണാം. T20 ലോകകപ്പ് നിലനിർത്തുന്ന ടീമായി മാറാൻ ഇന്ത്യക്ക് മികച്ച അവസരമാണ് ഇപ്പോഴുള്ളതെന്ന് മുൻ കേരള ക്യാപ്റ്റൻ സോണി ചെറുവത്തൂർ. ടീം ഇന്ത്യ മികച്ച ഫോമിലാണെന്നും സഞ്ജു സാംസന്റെ ഇന്നിംഗ്സ് നിർണായകമാകുമെന്നും സോണി ചെറുവത്തൂർ അമൃത ന്യൂസിനോട് പറഞ്ഞു. ആതിഥേയരായ രാജ്യങ്ങൾക്കൊന്നും തന്നെ T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യ ടീമായി ടീം ഇന്ത്യ മാറാനുള്ള അവസരമാണ് ടീം ഇന്ത്യക്ക് മുമ്പിലുള്ളത്. അതേപോലെ തന്നെയാണ് T20 ലോകകപ്പ് നിലനിർത്താനായിട്ട് ഒരൊറ്റ രാജ്യത്തിനും സാധിച്ചിട്ടില്ല. അത് നേടുന്ന ആദ്യ ടീമായി ടീം ഇന്ത്യക്ക് മാറാനുള്ള അവസരം ഒരൊറ്റ. പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകളെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ. ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യൻ നാവികസേന സുരക്ഷയൊരുക്കും. ഇത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കപ്പലുകളിൽ ആകെ 20,000 തൊഴിലാളികൾ ഉണ്ടെന്നാണ് നിഗമനം. പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിയതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കപ്പൽ ഉൾപ്പെടെ 10%-ലധികവും ഇന്ത്യൻ പതാക വഹിക്കുന്നവയാണ്. അതേസമയം പേർഷ്യൻ ഉൾക്കടലിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഇന്ന് വീണ്ടും ഇറാൻ ആക്രമണം ഉണ്ടായി. ഖേദപ്രകടനത്തിന് ശേഷവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ഒറ്റപ്പെട്ട ആക്രമണം. ദുബായിലെ അൽ ബർഷയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് പാക് സ്വദേശിക്ക് ദാരുണാന്ത്യം. ബഹ്റൈനിൽ സൽമാൻ തുറമുഖത്തിന് നേരെയും ആക്രമണം. റിയാദിലെ നയതന്ത്ര മേഖല ലക്ഷ്യമിട്ട് 8 ഡ്രോണുകൾ നിർവീര്യമാക്കിയെന്ന് സൗദി അറിയിച്ചു. വിവരങ്ങളുമായി ദുബായിൽ നിന്നും ശ്രീരാജ് കൈമൾ ചേരുകയാണ്. ശ്രീരാജ്, ആശങ്ക ഉണ്ടോ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ? കാരണം കൃത്യമായ വിവരങ്ങൾ മാത്രമേ ഫോളോ ചെയ്യാവൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ പുറത്തുവരുന്ന വിവരങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട്? ഒപ്പം നിലവിലെ ഒരു സാഹചര്യം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ മാപ്പ് പറച്ചിലിനും അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നുള്ള പ്രസ്താവനയ്ക്ക് ശേഷവും ഗൾഫ് രാജ്യങ്ങളുടെ മേൽ ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതാണ് നമ്മൾ കാണുന്നത്. UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ ഇന്നലെ രാത്രിയും ഇന്നുമായി നേരിട്ടു. നേരത്തെ പറഞ്ഞതുപോലെ ദുബായിലെ അൽബർഷയിലാണ് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ ഒരു പാകിസ്ഥാൻ സ്വദേശി മരിച്ചത്. ആ കാര്യം ഇപ്പോൾ UAE പാകിസ്ഥാൻ എംബസിയും സ്ഥിരീകരിക്കുന്നുണ്ട്. കുവൈറ്റിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് ബോർഡർ സെക്യൂരിറ്റിയിലെ 2 ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. കുവൈറ്റിലെ സിവിലിയൻ ഫെസിലിറ്റികൾക്ക് നേരെയും ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായി എന്നാണ് അറിയുന്നത്. ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റ് ഉൾപ്പെടെ ചില ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതായും അറിയിച്ചിട്ടുണ്ട്. സൗദി തലസ്ഥാനമായ റിയാദ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ബഹ്റൈനിൽ അൽ മുഹാറക്ക് ഏരിയയിലാണ് ഒരു യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 3 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ബഹ്റൈനിലുള്ള ആക്രമണത്തെ തുടർന്ന് ശ്രീരാജ് കൈമളാണ് വിശദാംശങ്ങൾ നൽകിയത്.
9ാം ദിനവും പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനായവില്ല. ഇറാനിലെ എണ്ണ സംഭരണശാലകൾ തകർത്ത് ഇസ്രായേലിന്റെ വ്യോമാക്രമണം. IRGC ഇന്ധന സംഭരണിയാണ് തകർത്തതെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ സൈനികർ തങ്ങളുടെ പിടിയിലെന്നും യുദ്ധത്തിൽ അമേരിക്കയ്ക്കുണ്ടായ യഥാർത്ഥ നഷ്ടക്കണക്കുകൾ പുറത്തുവിടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. സമാധാന സമീപനം അമേരിക്ക നശിപ്പിച്ചുവെന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. യുദ്ധത്തിൽ ബ്രിട്ടൻ പങ്കാളിയാകാത്തതിൽ നീരസം പ്രകടിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ലെബനനിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 41 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പാകിസ്ഥാൻ പ്രകോപനത്തിന് സാധ്യതയെന്ന് ഇന്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ജാഗ്രതാ നിർദ്ദേശം. ജമ്മു കാശ്മീരിലും ഡൽഹി, മുംബൈ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. അതിർത്തി മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കി. അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷവും ബലൂചിസ്ഥാൻ കലാപവും ഉൾപ്പെടെ നിരവധി ആഭ്യന്തര വെല്ലുവിളികൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും രാഷ്ട്രീയ വിവാദങ്ങൾ വഴിതിരിച്ചുവിടാനും ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കടത്തിവിട്ട് പ്രകോപനം സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നാണ് ഇന്റലിജൻസ് വിഭാഗം നൽകിയ മുന്നറിയിപ്പ്. പാക് ചാര സംഘടനയായ ISIയും പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകളും ഇതിനായി ഗൂഢാലോചന നടത്തി. പടിഞ്ഞാറൻ അതിർത്തി മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഏജൻസികളോട് നിരീക്ഷണവും വിവരശേഖരണവും ശക്തമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. അതിർത്തി മേഖലകളിൽ നുഴഞ്ഞുകയറ്റം തടയുന്നതിന് പ്രത്യേക പരിശോധന ആരംഭിച്ചു. ജമ്മു കാശ്മീരിലും ഡൽഹി, മുംബൈ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. മുംബൈ തീരത്ത് മഹാരാഷ്ട്ര ATS നടത്തിയ പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തു വരികയാണ്. ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി KCBCയുടെ ഇടയലേഖനം. മദ്യനയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇടയലേഖനം പള്ളികളിൽ വായിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മദ്യശാലകളുടെ പ്രളയമെന്നാണ് വിമർശനം. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ആർജവമുള്ള ഭരണ സംവിധാനം ഉണ്ടാകണമെന്നും KCBC പറയും. ബാറുകളുടെ പ്രവർത്തന സമയം സംസ്ഥാനത്ത് കൂട്ടിയ സമയത്ത് തന്നെ കടുത്ത വിമർശനമാണ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. അതിന്റെ തുടർച്ചയായാണ് KCBC മദ്യവിരുദ്ധ സമിതിയുടെ സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിച്ചതും. മദ്യശാലകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടുകളെ രൂക്ഷമായ ഭാഷയിലാണ് ഇടയലേഖനത്തിൽ വിമർശിക്കുന്നത്. ഇടതു ഭരണകാലത്ത് ബാറുകളുടെയും മറ്റ് മദ്യശാലകളുടെയും എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് സർക്കുലർ കുറ്റപ്പെടുത്തുന്നു. തടയാൻ അധികാരപ്പെട്ടവർ യഥേഷ്ടം മദ്യം വ്യാപിപ്പിക്കുകയാണ്. ഇത് തെറ്റായ പ്രവണതയാണ്. അധികാരത്തിലെത്തിയാൽ ഒരു തുള്ളി പോലും അധികം മദ്യം നൽകില്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് സർക്കാരിന്റെ നയമെന്ന് പറഞ്ഞു. ഇടതു സർക്കാർ നിലപാട് മാറ്റുകയാണ് ഉണ്ടായത്. ലഹരി വസ്തുക്കളുടെ വ്യാപനം കുറയ്ക്കാൻ വേണ്ടിയാണ് മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് എന്ന വാദവും തെറ്റാണെന്ന് തെളിഞ്ഞു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സർക്കാരാണ് ഇനി ഉണ്ടാകേണ്ടത്. പ്രശ്നങ്ങൾ ഗുരുതരമാകുമ്പോൾ കേന്ദ്രം സംസ്ഥാനത്തെയും സംസ്ഥാനം കേന്ദ്രത്തെയും പഴിചാരി തലയൂരുകയല്ല വേണ്ടത്. ശക്തമായ നിലപാടെടുക്കാൻ ആർജവമുള്ള ഭരണ സംവിധാനം വേണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി സർക്കുലറിൽ പറയുന്നു. മദ്യശാലകളുടെ വിഷയത്തിലാണെങ്കിൽ പോലും സർക്കാരിനെതിരെ KCBC ഇത്തരം നിലപാടെടുക്കുമ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സഭയുടെ നിലപാട് എന്നുകൂടി വ്യക്തമാണ്. ക്രൈസ്തവ ന്യൂനപക്ഷം CPMനെയും ഇടതുപക്ഷത്തെയും കൈവിടുന്നത് തുടർന്നാൽ കഴിഞ്ഞ പാർലമെന്റ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ച തിരിച്ചടി ആവർത്തിക്കും. അമൃത ന്യൂസ്, കൊച്ചി. ഇടതു സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പോസ്റ്ററിൽ കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിയുടെ പേരും. ഇന്ന് വൈകുന്നേരം പാലായിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പോസ്റ്ററിലാണ് ജോസ് കെ മാണിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാലാ രൂപതാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഇടതു സർക്കാരിന്റെ മദ്യനയത്തിനും സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിനുമെതിരെ ചർച്ചകളും പ്രമേയ അവതരണവും നടക്കും. എന്നാൽ ജോസ് കെ മാണി പരിപാടികളിൽ പങ്കെടുക്കുമോ എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. ബാറുകളുടെ പ്രവർത്തന സമയം 1 മണിക്കൂർ ദീർഘിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇത് പുതിയ മദ്യനയമല്ല എന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPയുടെ മികച്ച മുന്നേറ്റത്തിന് തടസ്സം വിഭാഗീയതയെന്ന വിമർശനം അടിസ്ഥാനരഹിതമെന്ന് മുതിർന്ന BJP നേതാവ് V മുരളീധരൻ. അമൃത TVയുടെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി BJP വോട്ട് തേടുമെന്ന് പറഞ്ഞ അദ്ദേഹം കഴക്കൂട്ടത്ത് ജയിച്ചാൽ കേന്ദ്ര മോഡൽ വികസനം കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി. K മുരളീധരനെ ഏതു വിധേനയും തോൽപ്പിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്ന വാദം പൂർണ്ണമായും V മുരളീധരൻ തള്ളി. വിശ്വാസത്തിനും വികസനത്തിനും സുരക്ഷയ്ക്കും ഒരു വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തി ജനങ്ങളെ സമീപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എയിംസിന് ഏറ്റവും ഉചിതമായ സ്ഥലം തിരുവനന്തപുരം തന്നെ എന്നാണ് തന്റെ അഭിപ്രായമെന്നും V മുരളീധരൻ അമൃത ന്യൂസിനോട് പറഞ്ഞു.
മറ്റു പാർട്ടികളെ പോലെയാണ് BJP എന്ന് വരുത്താനുള്ള ബോധപൂർവമായ നീക്കം LDF, UDF കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നതിന്റെ ഭാഗമായാണ് വിഭാഗീയത ഉയർത്തിക്കാട്ടുന്നത് എന്ന് പറഞ്ഞ V. മുരളീധരൻ മികച്ച നേട്ടത്തിലേക്ക് പാർട്ടി പോകാത്തതിനു കാരണം വിഭാഗീയതയാണെന്ന വിമർശനങ്ങൾ തള്ളുകയും ചെയ്തു. BJPയെക്കുറിച്ച് BJPയും കോൺഗ്രസിലും CPMലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു പല ഫാക്ഷണൽ വിഭാഗീയ കാര്യങ്ങൾ നടക്കുന്ന ഉള്ളൊരു പാർട്ടിയാണ് എന്ന് ചിത്രീകരിക്കേണ്ടത് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും താല്പര്യമാണ്. കാരണം BJP ഞങ്ങളെപ്പോലെ അല്ലാത്തൊരു പാർട്ടിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ BJPയിലേക്ക് ആളുകൾ വരും. അത് വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിച്ഛായ BJPയെക്കുറിച്ചും സൃഷ്ടിക്കണം. ആ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കക്ഷിച്ച് 80% ആൾക്കാർ അവരുടെ പിന്തുണക്കുന്ന ആൾക്കാരാണ്. ആ 80% ആൾക്കാർ പിന്തുണക്കുന്ന രണ്ട് പാർട്ടികൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് തടയാൻ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അത് ഒരു പരിധിവരെ ആ പ്രചരണം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ആ തരത്തിൽ ഈ വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇപ്പോൾ ആറ്റിങ്ങൽ ഞാൻ തോക്കാൻ കാരണമോ ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തോക്കാൻ കാരണമോ ഇതുപോലത്തെ വിഭാഗീയതയാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ആ മോഡൽ വികസനം കേരളത്തിൽ നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴക്കൂട്ടത്തെ ജനങ്ങൾ ഈ വികസനത്തെ തെരഞ്ഞെടുപ്പിൽ അംഗീകരിക്കുമെന്നും V. മുരളീധരൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ വികസനം എന്ന് മാത്രമല്ല, ആ മോഡലുള്ള വികസനമാണ് കേരളത്തിൽ വേണ്ടത്. ഇനി നടപ്പാക്കാൻ പോകുന്ന സമയബന്ധിതമായിട്ടുള്ള വികസനം. നരേന്ദ്രമോദിയുടെ പോയിന്റ് എന്ന് വെച്ചാൽ ഒന്ന് ടൈം ബൗണ്ട് ഡെവലപ്മെൻറ്റ്, എല്ലാവർക്കും വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ. കോൺഗ്രസ് സർക്കാരുകളിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗരീബി ഹട്ടാവോ. 40-50 കൊല്ലമായിട്ട് ആ മുദ്രാവാക്യമാണ്. നരേന്ദ്രമോദി അതല്ല, അടുത്ത 5 കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയാവണം. അടുത്ത 5 കൊല്ലം കൊണ്ട് എല്ലാവർക്കും ആരോഗ്യം. വട്ടിയൂർക്കാവിൽ ഏത് വിധേനയും K. മുരളീധരനെ തോൽപ്പിക്കാൻ BJP RSS നീക്കമുണ്ടെന്ന വാർത്തകൾ V. മുരളീധരൻ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം നോട്ട് ദ പോയിന്റിൽ K. മുരളീധരനും സമാന വിമർശനം ഉയർത്തിയിരുന്നു. എയിംസിന് ഏറ്റവും ഉചിതമായ സ്ഥലം തിരുവനന്തപുരമാണെന്നാണ് തന്റെ ഉറച്ച അഭിപ്രായമെന്നും V. മുരളീധരൻ നോട്ട് ദ പോയിന്റിൽ പറഞ്ഞു. ആലപ്പുഴയ്ക്ക് വേണ്ടി സുരേഷ് ഗോപി വാദിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു മുതിർന്ന BJP നേതാവ് പരസ്യ നിലപാട് സ്വീകരിക്കുന്നത്. എങ്കിലും തിരുവനന്തപുരത്ത് എയിംസ് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അക്കാര്യത്തിൽ എനിക്ക് വേറൊരു അഭിപ്രായമില്ല. തിരുവനന്തപുരമാണ് താങ്കൾ ആഗ്രഹിക്കുന്ന തിരുവനന്തപുരത്താണ് അതിൻ്റെ ആവശ്യകത. കാരണം ഈ തെക്കൻ കേരളത്തിലുള്ള, തെക്കൻ തമിഴ്നാട്ടിലുള്ള ആളുകൾക്കുൾപ്പെടെ ഈ തിരുവനന്തപുരത്ത് എയിംസ് വരുന്നതിലൂടെ ധാരാളം പ്രയോജനപ്പെടും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. V. മുരളീധരനുമായുള്ള അഭിമുഖം പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റ് ഇന്ന് വൈകിട്ട് 6:45 അമൃത TVയിൽ സംപ്രേഷണം ചെയ്യും. വനിതാ ദിനത്തിൽ ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരതത്തിന്റെ കരുത്ത് സ്ത്രീകളെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. സ്ത്രീ ശാക്തീകരണം സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമാണ്. എല്ലാ സ്ത്രീകൾക്കും കഴിവുകൾ പൂർണ്ണമായും പ്രകടിപ്പിക്കാനും രാജ്യ പുരോഗതിയിൽ പങ്കാളികളാകാനുമുള്ള അവസരമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.